أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. محمد سيد الكونين والثقلين والفريقين من أرب ومن أجم، فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. دامت دعته النصارى في نبيهم، واحكم بما شئت مدحا فيه واحتكمي، وانسب إلى ذاته ما شئت من شرفي، وانسب إلى قدره ما شئت من عظمي. فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمي. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا، അദിരിക്കിനാ യാ ഹബീബല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെയേറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ അബ്ദുസ്സലാം മദനി അൽ ഹാദി തങ്ങളവറുകൾ, മറ്റ് പണ്ഡിതന്മാർ, മുതഅല്ലിമുകൾ, കർണാടക മുസ്ലിം ജമാഅത്ത് SYS SSF സംഘകുടുംബത്തിലെ വിവിധ നാട്ടുകളിൽ നിന്ന് വന്ന സംഘടനാ പ്രവർത്തകന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മജ്ലിസ് ഖബൂലാക്കി തരുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ പാടുക, പുകഴ്ത്തുക, പ്രചരിപ്പിക്കുക, അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക, അവിടുത്തെ തിരുസുന്നത്തുകളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നീ കാര്യങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൽ ലോകത്ത് മുഴുവനും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ, കേരളമെന്നല്ല, കർണാടകമെന്നല്ല, തമിഴ്നാട്ടിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ്റെ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും എല്ലാ ഗൾഫേതര രാജ്യങ്ങളിലും മുസ്ലിമീങ്ങളുള്ള എല്ലാ രാജ്യങ്ങളിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം മീലാദ് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഭരിച്ച വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന് പറയുന്ന VP സിംഗ് എന്ന ചുരുക്കപേരിൽ അറിയപ്പെട്ടിരുന്ന ആ ഭരണാധികാരി 1989 മുതൽ ആ 89ന്റെ പാർലമെന്റിൽ ഇന്ത്യ മൊട്ടുക്കും ഒരു ഗവൺമെന്റ് ലീവായി മീലാദിന് ലീവ് പ്രഖ്യാപിച്ചു എങ്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മീലാദിന് ലീവ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പത്രത്തിലും മറ്റും വായിച്ചു കാണും.
മീഡിയകളിൽ കണ്ടു കാണും. UAE ഗവൺമെന്റ് ഔദ്യോഗികമായി ദിവസങ്ങളോളം UAE മൗലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിന് വേണ്ടി ലീവ് പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് മദീനയിലേക്ക് 12 റബീഉൽ അവ്വൽ 12 ആഘോഷത്തിൽ കൂടാൻ, ആ 12 മദീനയിൽ സംഗമിക്കാൻ ലോകത്തുനിന്ന് മുഴുവനും മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും പടുകൂറ്റൻ റാലികളും വലിയ വലിയ മൗലിദ് സദസ്സുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊറോക്കോയിലും യമനിലും ഈജിപ്തിലും മറ്റ് പല രാജ്യങ്ങളിലും വലിയ വലിയ ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസുകൾ നടക്കുകയാണ്. നമ്മളെ കേരളത്തിലും മീലാദ് ഇന്റർനാഷണൽ കോൺഫറൻസുകൾ നടക്കുന്നു. ഈ അടുത്ത് റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച നോളേജ് സിറ്റിയിൽ മസ്ജിദുൽ ആസാറിൽ ലോകങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് വന്ന മുഹിബ്ബീങ്ങൾ അണിചേർന്നുകൊണ്ട് വലിയ മൗലിദുൽ അക്ബർ ആ മസ്ജിദുൽ ആസാറിലും പരിസരങ്ങളിലും സംഗമിച്ചത് നാം കണ്ടു. നമ്മുടെ ബെൽത്തങ്കടിയിൽ 2 ദിവസം മുമ്പ് വലിയൊരു മീലാദ് ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് ലോകം കണ്ട സയ്യിദ് അവറുകൾ ബദ്റുസ്സദാത്തിന്റെ നേതൃത്വത്തിൽ നാം വലിയ പടുകൂട്ടൻ റാലിയും ഹുബ്ബുർ റസൂൽ കോൺഫറൻസും നടത്തി. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് വറഫഅനാ ലക ദിക്റക, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്മരണ, അവിടുത്തെ മഹബത്ത്, അവിടെയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വറഫഅനാ ലക ദിക്റക, തങ്ങൾക്ക് വേണ്ടി നാം തങ്ങളുടെ സ്മരണ ലോകത്ത് ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകത്ത് നാം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ലോകത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മീലാദ് ആഘോഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾക്കും മറക്കാൻ കഴിയില്ല, ഒരാൾക്കും മറന്നു കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സ്ഥലകാല വ്യത്യാസമന്യേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണഗാനങ്ങൾ, മദ്ഹുകൾ, സ്വലാത്തുകൾ നിലനിൽക്കാൻ ആ ദൗത്യം റബ്ബുൽ ഇസ്സത്ത് ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തുകൊണ്ട് ലോകത്തോട് പ്രഖ്യാപിച്ചു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അല്ലാഹുവും അല്ലാഹുവിൻ്റെ മലക്കുകളും സ്വലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ സ്വലാത്ത് അതിന് സ്ഥലകാലത്തിൻ്റെ വ്യത്യാസമില്ല, സ്ഥലത്തിനെ പറ്റി പറയില്ല, കാലങ്ങളെ പറ്റി അറിയില്ല, ഏത് കാലത്താണ് തുടങ്ങിയതെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹുവിൻ്റെ സ്വലാത്ത് പറയുക എന്ന് പറഞ്ഞാൽ അതിന് തുടക്കമില്ല. അല്ലാഹുവിൻ്റെ കോടാനക്കോടി മലക്കുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മലക്കുകളുടെ സൃഷ്ടിപ്പിന് ശേഷം ഏത് കാലത്ത് തുടങ്ങിയെന്നറിയില്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഈമാൻ കൽബിലുള്ള ജനങ്ങളെ, നിങ്ങൾ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, എൻ്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒരൊറ്റ പ്രഖ്യാപനമാണ്. ഇതിന് പിന്നെ ചിന്തിക്കാനില്ല, എപ്പോഴാണെന്ന് ആലോചിക്കേണ്ടതില്ല, ഏത് സമയത്താണെന്ന് നിർവചിക്കേണ്ടതില്ല.
ഏത് സമയവും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. 5 വക്തിലെ ഫർദാക്കപ്പെട്ട നിസ്കാരങ്ങളിൽ അതിന്റെ സമാപന ചടങ്ങിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് നിസ്കാരത്തിന്റെ സമാപനം. ഖുത്ബയിലും എല്ലാ സന്ദർഭങ്ങളിലും ബാങ്കിലും ഇഖാമത്തിലും മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നാമം ഉച്ചരിക്കാതെ ഇരിക്കാൻ ഒരാൾക്കും കഴിയില്ല. ബാങ്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരറ്റം കൊണ്ട് ബാങ്ക് തുടങ്ങിയാൽ പിന്നെ അറ്റത്തിലേക്ക് ബാങ്ക് എത്തുന്നതിന് മുമ്പ് എല്ലാ സ്ഥലങ്ങളിലും മുഹമ്മദ് 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 എന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ലോകത്ത് വിളംബരം ചെയ്യാത്തൊരു സമയം ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഒരിടത്ത് ബാങ്ക് നിർത്തുമ്പോൾ മറ്റേടത്ത് തുടങ്ങുന്നു. എവിടെയും ബാങ്ക് നിലക്കുന്ന ഒരു സമയമില്ല. അങ്ങനെയാണ് ലോകത്തിന്റെ ചക്രവാളം അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. ഒരിടത്ത് ഖുറൂബാകുമ്പോൾ ഒരിടത്ത് അസ്തമിക്കുന്നു, ഒരിടത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ മറ്റൊരിടത്ത് ഉദിക്കുന്നു. തിരിഞ്ഞ് സമയ വ്യത്യാസം വരുന്നു. ഒരിടത്ത് ളുഹറാകുമ്പോൾ ഒരിടത്ത് അസ്റാകുന്നു. ഒരേ സ്ഥലത്ത് തന്നെ, ഒരേ രാജ്യത്ത് തന്നെ പല സ്ഥലങ്ങളിൽ ഓരോ സമയത്തിന്റെ, ഓരോ നിസ്കാരത്തിന്റെ സമയം മാറി മാറി വരുന്നു. മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഉച്ചരിക്കാതെ ഒരു സെക്കൻഡ് പോലും ലോകത്ത് മിണ്ടാതിരിക്കാൻ കഴിയില്ല. മനുഷ്യരും മറ്റ് സർവ്വജാലങ്ങളും സസ്യങ്ങളും മൃഗങ്ങളും എല്ലാം അള്ളാഹുവിന്റെ പേരുച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന് പരിമിതിയില്ല, സ്ഥലകാല വ്യത്യാസമില്ല. എപ്പോഴും ചൊല്ലണം, എപ്പോഴും പറയണം. മദ്ഹ് എപ്പോഴും പറയണം, മീലാദും എപ്പോഴും നടത്തണം. അതല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. സ്വഹാബത്തെ, നിങ്ങൾ തിങ്കളാഴ്ച നോമ്പ് പിടിക്കണം. എല്ലാ ആഴ്ചയിലും യൗമുൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസം നിങ്ങൾ നോമ്പ് പിടിക്കണം. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ലിമ യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, നബിയേ, എന്തിന് നബിയേ തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്നത്? അപ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫീഹി ഉലിത്തു, ആ ദിവസം ഞാൻ പ്രസവിക്കപ്പെട്ടു. എന്റെ മീലാദ് ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അതുകൊണ്ട് എന്നെ ജനിച്ച ദിവസം നിങ്ങൾ മറക്കാൻ പാടില്ല. അത് എല്ലാ ആഴ്ചയിലും നിങ്ങൾ കൊണ്ടാടണം. എല്ലാ തിങ്കളാഴ്ച ദിവസവും നിങ്ങൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മീലാദ് ആഘോഷിക്കണം. നബി മീലാദ് ആഘോഷിച്ചോ, സ്വഹാബത്ത് മീലാദ് ആഘോഷിച്ചോ, തബൗത്താബീങ്ങൾ മീലാദ് ആഘോഷിച്ചോ? ഇത് മീലാദല്ലേ സഹോദരങ്ങളെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പ്രഖ്യാപിക്കുന്നത്, ഫീഹി ഉലിത്തു. ഏത് ആൾക്കാർ അതിനേക്കാൾ അപ്പുറത്ത് ഒരു തെളിവ്? 12-ന്റെ അന്ന് തന്നെ വേണോ? 12-ന്റെ അന്ന് ഇല്ല എന്ന് തെളിയിക്കാൻ കഴിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് കഴിഞ്ഞിട്ട് നുബുവത്തിന്റെ പട്ടം കിട്ടി, ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയിട്ട് ഹജ്ജത്തുൽ വദാഇന്റെ ആ പ്രസംഗത്തിൽ അതുവരെ എന്തെല്ലാം സംഭവങ്ങൾ ലോകത്ത് നടന്നു. അബീ താലിബിൽ ഭക്ഷണമില്ലാതെ താമസിച്ചു, ഹിജ്റ പോയി മദീനയിൽ താമസിച്ചു, മക്കയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, ഒരുപാട് യുദ്ധം ചെയ്തു, എന്തെല്ലാം സംഭവങ്ങൾ നടന്നു. അതിന്റെ കൂടെ മീലാദും നടന്നു. അതിന്റെ കൂടെയല്ലേ ഫീഹി ഉലിത്തു, ഞാൻ എന്നെ പ്രസവിക്കപ്പെട്ടു തിങ്കളാഴ്ച ദിവസം. ആ ദിവസം നിങ്ങൾ നോമ്പ് പിടിക്കൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 കൊല്ലത്തിന്റെ ഇടക്കുള്ള ജീവിതമല്ലേ? ആ നോമ്പ് സ്വഹാബത്ത് പിടിച്ചിട്ടില്ലേ? താബിഈങ്ങൾ പിടിച്ചിട്ടില്ലേ?
പിന്നെ അതിനെക്കാണപ്പുറം ഇനി എന്ത് പറയണ്ടേ? പിന്നെ യുദ്ധവും മറ്റുള്ള ജീവിതവും, എന്തെല്ലാം പ്രയാസങ്ങൾ. തോരണം തൂക്കിയോ, ലൈറ്റ് ഇട്ടോ? അന്ന് കരണ്ട് ഉണ്ടാ? അവൻ ചോദിക്കുന്നു, അന്ന് ലൈറ്റ് ഇട്ട് ഞാൻ, അന്ന് കരണ്ട് കണ്ടുപിടിച്ച് നാക്കെപ്പ ലൈറ്റ് ഇടാന്? ഇത് മതിയാവില്ല തെളിവ്? ഈ തെളിവ് ധാരാളം പോരെ? തിങ്കളാഴ്ച ദിവസം സ്വഹാബത്തെ നിങ്ങൾ നോമ്പ് പിടിക്കൂ. ഏതിന്റെ ഇടക്കാ ഇത് പറയുന്നത്? കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം, ഒരു ഭാഗത്ത് ബദ്ർ യുദ്ധം, ഒരു ഭാഗത്ത് ഖന്തക്ക്, ഒരു ഭാഗത്ത് ഹുനൈനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിച്ചതും സംബന്ധിക്കാത്തതുമായ ഒരുപാട് യുദ്ധങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ. മുനാഫിക്കുകൾ ഒരു ഭാഗത്ത്. നിസ്കാരം നിർബന്ധമാകുന്നു. ആദ്യം നിസ്കാരമില്ല, പിന്നെ നിസ്കാരം നിർബന്ധമായി. ആദ്യം ജുമയില്ല, പിന്നെ ജുമ നിർബന്ധമായി. ഓരോന്നോരോന്ന് നിർബന്ധമായി കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുക്ക് മീലാദും നടന്നു. സ്വഹാബത്ത് മീലാദ് പാടിയില്ലേ? ഹസ്സാൻ ഇബ്നു സാബിത്ത് മദീന പള്ളിയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിച്ചില്ലേ? കഅബ് ഇബ്നു സുഹൈർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിച്ചില്ലേ? സ്വഹാബത്ത് പാടിയില്ലേ? വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദ്. സ്വഹീഹായ ഹദീസുകളല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മജ്ലിസിലേക്ക് കടന്നു വരുന്നു, സ്വഹാബത്ത് പാട്ട് പാടുന്നു. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദ്. ഞങ്ങളെ കൂട്ടത്തിൽ ഇതാ ഒരു നബിയുണ്ട്, ഇതാ കടന്നു വരുന്നു. യഅലമു മാ ഫീ ഗദ്. നാളെ എന്ത് സംഭവിക്കുന്നു, മറ്റന്നാൾ എന്ത് സംഭവിക്കുന്നു, നൂറ്റാണ്ടുകൾക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു, ആയിരത്താണ്ടുകൾക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ വളരെ വ്യക്തമായി ഗൈബിയായ ഇൽമുകൾ ലോകത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അതിനേക്കാൾ വലിയ എന്ത് മദ്ഹാണ് ഇനി വേണ്ടത്? സ്വഹാബത്ത് മീലാദ് ആഘോഷിച്ചു, മദ്ഹ് പറഞ്ഞു, സ്വഹാബത്ത് മീലാദ് ചെയ്യിപ്പിച്ചു. ആഘോഷിക്കൂ എന്റെ മീലാദ്. നോമ്പ് പിടിച്ചിട്ട് മറ്റു തോരണം തൂക്കാനും ജാഥ നടത്താനും എവിടെ സമയം? എന്തെല്ലാം പരിപാടികൾ നടക്കണം. ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടാൻ പാടില്ല എന്ന് പറയാൻ കഴിയുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കഴിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ ആ റഹ്മത്തുൽ ലിൽ ആലമീനാകുന്ന ലോകർക്ക് മുഴുവനും റഹ്മത്തായിട്ട് നിയോഗിക്കപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നിയോഗത്തിൽ, ആ ജന്മദിനത്തിൽ സന്തോഷിക്കാതിരിക്കാൻ കഴിയുമോ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കും, നബിയെ അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന നബി തങ്ങളെ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ. നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ മീലാദ് പെടൂലേ? നബി ജനിക്കാതെ എങ്ങനെയാ നബി വരുന്നത് ലോകത്തേക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതികമായ തുടക്കം അവിടുത്തെ ജനനത്തോടു കൂടിയല്ലേ ആ റഹ്മത്ത് ഉത്ഭവിക്കുന്നത്. അപ്പൊ ആ റഹ്മത്തിനോട് സന്തോഷിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കണ്ടേ? സന്തോഷിക്കണം. എല്ലാവരും സന്തോഷിച്ചിട്ടുണ്ട്, എല്ലാവരും മൗലിദ് നടത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നീട്ടുകയല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ലോണം മഹബത്ത് വെക്കണം. ആ മഹബത്തിന്റെ അടയാളമാണ് അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, അവിടുത്തെ മൗലിദ് കഴിക്കുക. അല്ലേ? എന്ത് മൗലിദ് സദസ്സുകൾ, സുഗന്ധദ്രവ്യങ്ങൾ, സുഗന്ധം മണപ്പിക്കുക, ഒത്തുകൂടുക, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ സന്ദർഭത്തിലുള്ള അത്ഭുതങ്ങൾ, അതിന് ശേഷം വഫാത്ത് വരെയുള്ള അത്ഭുതങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ട ഒരുപാട് അവിടുത്തെ മദ്ഹുകൾ ആലപിക്കുക, പാടുക, പറയുക. അത് മനസ്സിലാക്കിയിട്ട് കൽബിൽ സന്തോഷം വരിക. ഇതല്ലേ മൗലിദ്? എവിടെയാ അനാചാരം? എവിടെയാ കുഴപ്പം?
എവിടെയാ ശിർക്ക്? ഈ ശിർക്ക് എന്ന് പറഞ്ഞിട്ട് വിരോധിക്കുന്ന ഇവരുടെ മുത്തപ്പമാർ മീലാദ് കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ പറയുന്ന അവർക്ക് വെളിവില്ല. ഇനി എല്ലാം ഞമ്മന്നെ കേൾക്കണോ? ഓൻ പണ്ട് മീലാദ് കഴിച്ചതും ഞമ്മ കാണണോ? അത് ഞങ്ങളെ ഉപ്പാപ്പമാർക്ക്, നമ്മൾ ഉസ്താദിന്റെ ഉസ്താദുമാർക്ക് ബുദ്ധി കുറവായിരുന്നു, അതും നമ്മൾ തന്നെ കേൾക്കണോ? എന്നിട്ട് നമ്മൾ മൗലിദ് നിർത്തി വെക്കണോ? കഴിയൂല. ഹബീബായ മുത്തുനബി തങ്ങളുടെ മീലാദ് നിർത്തിവെക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. അത് അള്ളാഹു ഏറ്റെടുത്ത ദൗത്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ലോണം മൗലിദ് വർദ്ധിപ്പിക്കണം. എല്ലാ വീടുകളിലും 30 ദിവസവും മൗലിദ് കഴിക്കണം. ഒരു ഹദീസെങ്കിലും, ഏതെങ്കിലും ഒരു മൗലിദിന്റെ ഏതെങ്കിലും ഒരു ഹദീസ് ഓതി അതിന്റെ ബൈത്തുകൾ പാടി ഒരു ഭക്ഷണം ഉണ്ടാക്കി, ഉള്ള ഭക്ഷണം എല്ലാവരും ഒന്നിച്ച് കഴിച്ച്, തോരണം തൂക്കി, ലൈറ്റുകൾ പതിപ്പിച്ച്, നല്ല ശുഭ വസ്ത്രങ്ങൾ ധരിച്ച് മജ്ലിസുകൾ ഭംഗിയാക്കി നല്ല ആ മൗലിദിൽ കൂടി സന്തോഷിക്കുക. അതല്ലേ ജുനൈദുൽ ബഗ്ദാദ്, സയ്യിദു ത്വായിഫ് മഹാനവറുകൾ ലോകത്തോട് വിളംബരം ചെയ്തത്. മൻ ഹദറ മൗലിദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അള്ളമ ഖദ്റഹു ഫഖദ് ഫാസ ബിൽ ഈമാൻ. ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ മൗലിദ് സദസ്സിൽ പങ്കെടുത്തു, ആ മൗലിദിന്റെ ഗംഭീര്യത അതിനെ ഒന്ന് ഉഷാറാക്കി, മനസ്സിൽ ഉഷാറാക്കി, ജനങ്ങളുടെ ഉഷാറാക്കി, ഫ്ലക്സ് കെട്ടി, വാർത്താ പ്രസ് മീട്ടി വിളിച്ചു, ലോകത്തോട് വിളംബരം ചെയ്തു, ചാനലുകളിൽ കൊടുത്തു, തോരണങ്ങൾ തൂക്കി, നോട്ടീസ് ഇറക്കി, ഫ്ലക്സുകൾ കെട്ടി, അനൗൺസ് ചെയ്തു, ജനങ്ങളെ വിളിച്ചു. അതിൽ കൂടുമ്പോ അവനിക്കൊരു സന്തോഷം. ചില ആൾക്ക് ഒരു മന്ത്രിസ്ഥാനത്തിനേക്കാൾ കൂടുതൽ മന്ത്രിസ്ഥാനം കിട്ടിയപ്പോ എന്ത് സന്തോഷാ. കുറെ ആൾക്ക് ഏതോ ഒരാൾക്ക് 6 മന്ത്രിസ്ഥാനം കിട്ടിയില്ല. കർണാടകയിലെ പുതിയ മന്ത്രിസഭയിൽ 6 മന്ത്രിസ്ഥാനം കിട്ടി. ഒരാൾക്ക് എന്ത് സന്തോഷം. അവൻ അറിയാതെ തുള്ളിപ്പോകുന്നു, അവൻ ചാടിപ്പോകുന്നു, അവൻ തോരണം തൂക്കുന്നു, അവൻ ഫ്ലക്സ് കെട്ടുന്നു, അവൻ മീഡിയകളിൽ സംസാരിക്കുന്നു. ഞങ്ങളെ നേതാവിന് 6 മന്ത്രിസ്ഥാനം കിട്ടി, എന്ത് സന്തോഷം. നാളെ തന്നെ അത് തെറിക്കാനും സാധ്യതയുണ്ട്. അതാണ് ഈ മന്ത്രിസ്ഥാനം. അതേ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ലോകത്ത് അള്ളാഹുവിനെ മാറ്റി നിർത്തിയാൽ എല്ലാത്തിനേക്കാളും സ്ഥാനമുള്ള, പവറുള്ള, സൗന്ദര്യമുള്ള, കഴിവുള്ള ഒരാൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഇനി ലോകത്ത് വരാനില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എത്ര സന്തോഷം വേണം നമുക്ക് ഉണ്ടാക്കണം. അതാണ് പറഞ്ഞത്, ഫല്യഫ്റഹു, സന്തോഷിക്കൂ. ഖുർആനല്ലേ, അല്ലാഹല്ലേ പറയുന്നത്. പിന്നെ ഈ ആരെങ്കിലും പറഞ്ഞതിനെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് മഹബത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങലാണ് നമ്മളെ ബുദ്ധി. അതാണ് പണ്ഡിതന്മാർ ചെയ്യുന്നത്, അതാണ് സാദാത്തുക്കൾ ചെയ്യുന്നത്, അതാണ് കഴിഞ്ഞുപോയ മഹാരഥന്മാർ ചെയ്തത്. നമ്മൾ മഹബത്ത് കൊണ്ടൊന്നും വിജയിക്കാൻ കഴിയില്ല. നല്ലോണം മഹബത്ത് ഉണ്ടാക്കണം. സ്വഹാബത്തിന്റെ കാലത്ത് നിങ്ങൾ കണ്ടില്ലേ സഹോദരങ്ങളെ, ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരു സഹോദരി, ആ സഹോദരിന്റെ പിതാവ് മരിച്ചു, ആ പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു, ആ പെണ്ണിന്റെ സഹോദരൻ മരിച്ചു, ആങ്ങള മരിച്ചു, എല്ലാവരും മരിച്ചു. ജനങ്ങൾ വന്നിട്ട് ആ സ്ത്രീയോട് പറയുന്നു, പെണ്ണേ നീ അറിഞ്ഞില്ലേ, നിന്റെ പിതാവ് മരിച്ചില്ലേ, നിന്റെ ഭർത്താവ് മരിച്ചില്ലേ, നിന്റെ ആങ്ങള മരിച്ചില്ലേ, നിന്റെ ആങ്ങളയുടെ മകൻ മരിച്ചില്ലേ, നിന്റെ അയൽവാസിയായ അയാള് മരിച്ചില്ലേ, ഇയാള് മരിച്ചില്ലേ, നിന്റെ കുടുംബക്കാരിൽപ്പെട്ട ഒരു ഏകദേശ ആണുങ്ങളും മരിച്ചില്ലേ പെണ്ണേ. ഒരു കുസലുമില്ല. അപ്പോഴാണ് ആ പെണ്ണ് ചോദിക്കുന്നത്, ഐന റസൂലുള്ളാഹ്, എവിടെയാ എന്റെ ഹബീബ്, എന്റെ ഹബീബ് എവിടെ, എന്റെ ഹബീബിന് പോറൽ സംഭവിച്ചു, എന്റെ ഹബീബിന് സമാധാനമുണ്ടോ, എന്റെ ഹബീബിന് സന്തോഷമുണ്ടോ, എന്റെ ഹബീബിന് എന്തെങ്കിലും സംഭവിച്ചോ, എവിടെ എന്റെ ഹബീബ്. അപ്പോഴാണ് ആ അനൗൺസ് ചെയ്ത്
നിന്റെ ഭർത്താവിന് അങ്ങനെ സംഭവിച്ചു, ഭർത്താവ് മരിച്ചു, ആങ്ങള മരിച്ചു, കുടുംബക്കാർ മരിച്ചു എന്ന് പറയാൻ വന്ന സഹോദരൻ ആ മഹദിയോട് പറയുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴാണ് പറയുന്നത്, അപ്പോഴാണ് ആ സ്ത്രീ പറയുന്നത്, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, നബിയേ കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. തങ്ങളുണ്ടല്ലോ നബിയേ, തങ്ങളുണ്ടായാ മതി, എനിക്കാരും വേണ്ട. എനിക്ക് ഭർത്താവ് പോയാൽ പ്രശ്നമല്ല, എന്റെ പിതാവ് പോയാൽ പ്രശ്നമല്ല, എന്റെ മക്കള് പോയാൽ പ്രശ്നമല്ല, എന്റെ ആങ്ങളമാർ പോയാൽ പ്രശ്നമല്ല. തങ്ങളുണ്ടല്ലോ നബിയേ, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. നബിയേ തങ്ങളുണ്ടല്ലോ ഞങ്ങളെ മുന്നിൽ, തങ്ങളുണ്ടല്ലോ ആ സൗന്ദര്യത്തിന്റെ പ്രകാശിക്കുന്ന മുഖം കാണാൻ, അവിടുത്തെ സംസാരം കേൾക്കാൻ, അവിടുത്തെ ഉപദേശം കേൾക്കാൻ, അവിടുത്തെ വയത് കേൾക്കാൻ, അവിടുത്തെ എല്ലാം കണ്ടും കേട്ടും അനുഭവിക്കാൻ ഞങ്ങളെ മുന്നിൽ നബിയേ തങ്ങളുണ്ടല്ലോ നബിയേ. തങ്ങളുണ്ടായാൽ എല്ലാ മുസീബത്തും അസ്ഥാനമാണ്. ഒരു മുസീബത്തും വിഷയമല്ല, ഒരു പ്രയാസങ്ങളും വിഷയമല്ല, ഒരു ദുഃഖം വിഷയമല്ല, ഒരു ബുദ്ധിമുട്ടും വിഷയമല്ല, ഒരു മരണവും വിഷയമല്ല. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, സ്വന്തം ഭർത്താവാണ് ഇവിടെ മരിക്കുന്നത്, സ്വന്തം പിതാവാണ് മരിക്കുന്നത്, സ്വന്തം ആങ്ങളെയാ മരിക്കുന്നത്, സ്വന്തം ആൺമക്കളാ മരിക്കുന്നത്. ആരാ പിന്നെ പെണ്ണിനുള്ളത്? ആരും വേണ്ട, എന്റെ ഹബീബ് മതി. കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. അങ്ങനെയൊന്നും നമുക്കാകാൻ കഴിഞ്ഞില്ലെങ്കിലും സഹോദരങ്ങളെ, ഒരു ചെറിയൊരു മഹബത്തെങ്കിലും നമ്മളെ കൽബിലേക്ക് കയറ്റാൻ നമ്മൾ ശ്രമിക്കണം. അതിനാണ് റബീഉൽ അവ്വൽ. അതാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്, ഓ ജനങ്ങളെ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ ഹബീബിനെ മറക്കാൻ കഴിയില്ല, നിങ്ങൾ മറക്കരുത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ സഹോദരങ്ങളെ, മൻ അസാബ ബിഹി മുസീബത്തുൻ ഫല്യദ്കുർ ബി ഫഇന്നഹാ അഅ്ളമുൽ മസായിബ് ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങളെ ഭർത്താവ് മരിക്കുമ്പോൾ, നിങ്ങളെ പിതാവ് മരിക്കുമ്പോൾ, നിങ്ങളെ ഭാര്യ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ കൈ കഷ്ണമാകുമ്പോൾ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ ഫല്യദ്കുർ ബി, എന്നെ ഓർക്കൂ നിങ്ങൾ. ഫഇന്നഹാ അഅ്ളമുൽ മസായിബ്, ഞാൻ ഏറ്റെടുത്ത ദൗത്യം, ഞാൻ അനുഭവിച്ച മുസീബത്ത്, ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, അത് അള്ളമാണ്, ഒരാൾക്കും ഖിയാമത്ത് നാൾ വരെ വരില്ല. അതാണ് സഹോദരങ്ങളെ. അപ്പൊ ചെറിയൊരു മഹബത്തെങ്കിലും വർദ്ധിക്കാൻ, ഉണ്ടാക്കാൻ, കൽബിൽ കയറ്റാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ഇവിടെ ബുർദ ആലപിച്ചത്, അപ്പോഴാണ് നമ്മൾ നിന്നത്, അതാണ് നമ്മൾ അതിന് മറുപടി പറഞ്ഞത്, അതാണ് നമ്മൾ മൗലിദിൽ സംബന്ധിക്കുന്നത്, അതാണ് പാവങ്ങൾക്ക് ഭക്ഷണ വിതരണം ചെയ്യുന്നത്, അതാണ് അത്തർ പൂശുന്നത്, അതാണ് സന്തോഷിക്കുന്നത്. എങ്ങനെയെങ്കിലും സന്തോഷിക്കുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഞാൻ നീട്ടുന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളെല്ലാ വീടുകളിലും മൗലിദ് സംഘടിപ്പിക്കണം. നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല വസ്ത്രം ധരിച്ച്, അവർക്ക് മണവസ്തുക്കൾ പൂശി അവരിരുത്തി, മോനെ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാണ്, മദ്ഹാൻ എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുക. 30 ദിവസവും മൗലിദ് കഴിക്കുക, മൗലിദിന് ക്ഷണിച്ചാൽ പോവുക, അവിടെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലുക. സഹോദരങ്ങളെ, ഒരുപാട് സ്വലാത്തുകൾ, മൗലിദുകൾ ലോകത്ത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ശ്രമിക്കണം, അതിന് പ്രവർത്തിക്കണം, അതിന് കഠിനാധ്വാനം ചെയ്യണം. അല്ലാഹു റാലിയിൽ കൂടണം. ഞാൻ നമ്മളെ മൽജ റാലി നടത്തി, ഉജ്രയിൽ നിന്ന് ഇങ്ങോട്ട്. നമുക്ക് നടക്കാൻ കഴിയുന്നില്ല, നമുക്ക് നടക്കാനുള്ള ഒരു ചാൻസും ഇല്ല അല്ലേ. നമ്മൾ യാത്രയെല്ലാം അങ്ങനെയാണ്, വണ്ടിയിൽ പോകുന്നു, വണ്ടിയിൽ വരുന്നു. ഇപ്പോഴത്തെ കാലാന്ന് പറഞ്ഞെങ്കോ തന്നെ ബാത്റൂമിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അല്ല ബെഡ്റൂമിന്റെ ഉള്ളിൽ തന്നെ ബാത്റൂം ഉണ്ട്. എന്നിട്ട് കട്ടിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകാൻ എന്തെങ്കിലും മിഷൻ ഉണ്ടാന്ന് കണ്ടുപിടിക്കുന്ന കാലഘട്ടമാണിത്. ബാത്റൂമിൽ കട്ടിൽ നിന്ന് ബാത്റൂമിലേക്ക് 4 ഫീറ്റേ ഉള്ളൂ. അതുവരെ എന്തെങ്കിലും മിഷനിൽ ഇരുത്തിയിട്ട് ഒന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇരുത്താൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന കാലമാണിത്. നടക്കാൻ കഴിയില്ല, എന്നാലും നടക്ക എൻ്റെ ഹബീബിന് വേണ്ടി. ഹബീബ് എന്ന പ്രമേയവുമായി കോർഡിനേഷൻ നമ്മൾ ബെൽത്തങ്കടി താലൂക്കിലെ KMJSYSSF തുടങ്ങിയ എല്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഞാനും റാലി നടന്നു. നമ്മൾ റാലിയിൽ കൂടി. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ഒരു റാലി നടക്കുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ റാലി.
ഒന്യരായ ഇക്കാലഘട്ടത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ അഭിമാനം, ഒന്യരായ സയ്യിദുനാ മൗലാന പേരോട് ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഉസ്താദ് വരുന്നു, ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, നേരെ നടക്കുന്നു ഒരു റാലിന്റെ ഖുദ്ദാമിലേക്ക്, മുൻപന്തിയിലേക്ക്. എന്നിട്ട് ഒരാളിൽ നിന്നൊരു കൊടി വാങ്ങുന്നു, കൊടി പിടിച്ചിട്ട് പേരോട് ഉസ്താദ് വലിയ ആ റാലിയിൽ സംബന്ധിക്കുന്നു. ഉസ്താദിന് നടക്കാൻ കഴിയോ? ഉസ്താദിന് എത്ര ഷുഗർ ഉണ്ട്, എത്ര രോഗമുണ്ട്, എത്ര പ്രയാസമുണ്ട്, എന്നാലും എന്തൊരു ആവേശം! എന്തിന്? എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണിത്. ആ റാലിയിൽ ഞാൻ സംബന്ധിക്കുന്നു. റാലി നല്ല റാലിയാകണം, നല്ല അച്ചടക്കമുള്ള റാലിയാകണം. നമ്മൾ റാലിയിൽ മൈക്ക വരെ ഒഴിവാക്കി. നമ്മൾ സൗണ്ട്സ് ഉണ്ടായിരുന്നില്ല, വെറും എല്ലാവരും ബായിൽ മാത്രം സ്വലാത്തിൽ നടന്നു. കാരണം ജംഗ്ഷനാണ്. നമ്മളിങ്ങനെ ജംഗ്ഷനുകളിൽ ഭയങ്കര മൈക്കും സൗണ്ട് എല്ലാം ആക്കുമ്പോൾ ഏതോ ഒരു നാട്ടിലേക്ക് ബസ് കാത്തോണ്ടിരുന്ന ഒരുത്താം. അപ്പൊ കണ്ടക്ടർ വിളിക്കുന്നുണ്ടാവും, ബന്നി ചിക്കമോളൂർ. ഈ സൗണ്ട്സിന്റെ ഇടയിൽ ഓൻ്റെ ചിക്കമോളൂർ കേൾക്കൂല, ഓന് ബസ് മിസ്സായി പോവും. പിന്നെ ഓൻ ശപിക്കും, ഒരു റാലിന്റെ സൗണ്ടിൽ എൻ്റെ ബസ് മിസ്സായി. അപ്പൊ ആർക്കും ഒരു ഇടങ്ങേറ് വേണ്ട. ഒരു സൈക്കിൾ യാത്രക്കാരന് എന്തിനധികം നമ്മൾ റാലി കടന്നു വരുമ്പോ കുറെ മൃഗങ്ങൾ കടന്നുറങ്ങുന്നു റോഡ് സൈഡ്. ആ മൃഗങ്ങൾ വരെ അണിച്ചില്ല, എന്ത് സൗണ്ടില്ല. എല്ലാവരും ബായിൽ സ്വലാത്തില്ലി. കുറെ ആടുകൾ, പശുക്കൾ, കുറെ നായ്ക്കളിൽ റോട്ടിൽ കടന്ന്. ഞാൻ ചിന്തിച്ചു പോയി, ഇങ്ങനെ ചിന്തിച്ചു, അത് ചത്തതാന്നില്ല, ജീവനുണ്ട്, പക്ഷെ അനങ്ങിയില്ല. മുസ്ലിമീങ്ങളുടെ മീലാദ് റാലി കൊണ്ട് ഒരു മൃഗത്തിന് പോലും പ്രയാസം അനുഭവിക്കേണ്ടി വന്നില്ല. അങ്ങനെ ആകണം. അതല്ലാതെ വ്യായാമശാലയിൽ നടക്കുന്ന ജിമ്മല്ല റാലി എന്ന് പറഞ്ഞാൽ. നല്ലോണം ശ്രദ്ധിച്ച് നല്ല സമാധാനപരമായി, ഒരാളും ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ നമ്മൾ വഴി കൊടുക്കാതെ നല്ല മഹബത്ത് വർദ്ധിക്കുന്ന രീതി ഏത് മതക്കാരന് കണ്ടാലും അതേണോ അത് റാലി. ಎಂತ റാലി? ಅದು ಪೈಗಂಬರ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರವರ ಜನ್ಮದಿನಾಚರಣೆಯ ಪ್ರಯುಕ್ತ ಇರುವ ರ್ಯಾಲಿ. ಎಂತ ರ್ಯಾಲಿ ಮಾರಾಯರೆ! ನಮ್ಮವರಿಗೂ ಸಹ ಇಂಥ ರ್ಯಾಲಿ ಮಾಡ್ಲಿಕ್ಕೆ ಗೊತ್ತಿಲ್ಲ പറയണം. അവൻ പിന്നെ മുത്തുനബിനെ പറ്റി പഠിക്കും, മുത്തുനബിന്റെ ജീവിതം പഠിക്കും. പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലെങ്കിലും അവന്റെ തീവ്രവാദമെങ്കിലും കുറയും. അവനൊരു ഭീകരവാദിയല്ലാതെ ഇസ്ലാമിനോടൊരു ചെറിയൊരു സ്നേഹമെങ്കിലും അവന് വരണം, വരുത്തണം. അതാകണം നമ്മുടെ മീലാദ്, അതാകണം നമ്മുടെ റാലി. സഹോദരങ്ങളെ, അള്ളാഹു അതിന്റെ തൗഫീക്ക് നൽകുമാരാകട്ടെ. അതുകൊണ്ട്